ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കോഴി സ്പെഷ്യലാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കോഴിക്കൂട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കോഴിക്കൂട്ടിൽ ഏറ്റവും താഴെ താറാവിനെയാണ് മുളച്ചിരിക്കുന്നത്, ഏറ്റവും മേലെ കോഴികളാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള തീറ്റയൊക്കെ എടുത്തിരിക്കുന്നത്. ഇത് താറാവിൻ്റെ തീറ്റയാണ് കേട്ടോ, ചോറ്. ഇത് കോഴിക്കുള്ളതാണ്, കോഴിത്തീറ്റയും അരിയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇത് നെല്ലാണ്. അപ്പോൾ ഈ കോഴിയുടെ തീറ്റകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്. താറാവിനെ തുറന്നു. താറാവ് ഒരു മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ 2 ഇടാറുള്ളതാണ്, ഇന്ന് എന്തോ 1 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ താറാവിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. താറാവ് തിന്നുകൊണ്ടിരിക്കണം കേട്ടോ. താറാവിന് തീറ്റൻ്റെ അപ്പോൾ എപ്പോഴും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ട, വെള്ളത്തിൽ ചേർത്തിട്ട് വേണം തീറ്റ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് തൊണ്ടയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതിപ്പോൾ എന്താണെങ്കിലും, ചോറാണെങ്കിലും അരിയോ എന്ത് തീറ്റയാണെങ്കിലും അങ്ങനെ വേണം ചെയ്യും. പിന്നെ കോഴികളാണ് കേട്ടോ തുറന്നു വിട്ടത്. ഇത് നാടൻ കോഴികളാണ് കേട്ടോ. ഒരു ചാത്തനും ബാക്കി പട്ടകളാണ് കേട്ടുള്ളത്. പിന്നെ വരുന്നത് കരിങ്കോഴികളാണ് കേട്ടോ. കരിങ്കോഴീൻ്റെ ഒരു ചാത്തനുണ്ട്. അങ്ങനെ മൊത്തം 2 ചാത്തനും വേറെ പെട്ടകളാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതാ കോഴികൾക്കുള്ള നെല്ലിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഈ ഇടയ്ക്ക് വാങ്ങിച്ച കോഴികളാണ് കേട്ടോ, മുട്ടക്കോഴികളാണ്. അപ്പോൾ അതിന് സ്ഥലമൊക്കെ പരിചയമാവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്ത് വിടാറില്ല, ഏതെങ്കിലുമൊക്കെ പോകുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതിനെയൊക്കെ താഴത്തെ കൂടുന്ന് പിടിച്ച് മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം രാത്രിയൊക്കെ താഴെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ മേലേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ താഴത്തെ ആ ഒരു വെയിൽ കൊണ്ട് ഉണങ്ങി കിട്ടും, കൂടൊക്കെ വൃത്തിയായി ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കരിങ്കോഴീൻ്റെ പെട്ട കേട്ടോ. 3 എണ്ണം ഉണ്ടായിരുന്നു കരിങ്കോഴി, 1 ചത്തുപോയി. പിന്നെ ഇപ്പോൾ അതെ ഒരു പട്ടിയും ഒരു ചാത്തനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ തിന്നുകൊണ്ടിരിക്കുകയാണ്, തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോഴികളും താറാവും കരിങ്കോഴികളും ഒക്കെ കൂടി ഇതേ ഒരുമിച്ച് തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഉള്ളൊരു ചാലാണ് കേട്ടോ വരുന്നത്. കുഞ്ഞു തോടെന്ന് വേണമെങ്കിൽ പറയാം. മഴ ടൈമിൽ ഇത് ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. ഇപ്പം മഴ കുറവാണല്ലോ, അതുകൊണ്ടാണ് വെള്ളം കുറവ് കേട്ടോ. കോഴികളൊക്കെ അതിൽ പോയിട്ട് വെള്ളം കുടിക്കും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് തീറ്റയൊന്നും വെക്കേണ്ട, വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതേ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ താറാവുകളൊക്കെ. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് താറാവും കോഴിയൊക്കെ വെള്ളം കുടിക്കാറ് കേട്ടോ. പ്രത്യേകിച്ച് വെക്കേണ്ട ആവശ്യമില്ല. വേനൽ സമയത്ത് വെക്കണം കേട്ടോ. വേനൽ സമയത്തൊന്നും വെള്ളം ഉണ്ടാവാറില്ല ആ സൈഡിൽ കൂടെ. അപ്പോൾ വേനൽ സമയത്ത് ഞങ്ങൾ ഡിഷിലാണ് കേട്ടോ വെള്ളം വെക്കാറ് ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ കോഴികൾ കേട്ടോ. അപ്പോൾ ഇതേ പുതിയ കോഴീനെ വേറെ കൂട്ടിക്ക് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തം 4 അറകളാണ് കേട്ടോ ഉള്ളത് ഞങ്ങളുടെ ഈ കൂടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും താഴെ താറാവിനെയാണ് ഇട്ടിരിക്കുന്നത്, ഏറ്റവും മുകളിൽ നാടൻ കോഴികൾ കേട്ടോ. പട്ടിയും ചാത്തനൊക്കെ ആയിട്ട് നാടൻ കോഴികളുടെ ആ ഒരു സെക്ഷനാണ് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ താഴത്തെ കൂട്ടിലും കോഴികൾ തന്നെയാണ് കേട്ടോ മുളച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ചാല് വരുന്നത്. അയ്യോ, ചാലൊരു കപ്പ് ഞങ്ങളുടെ തന്നെയാണ് കേട്ടോ. കോഴിക്ക് തീറ്റ കൊടുക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ വീണതാണ്. അപ്പോൾ കോഴികൾ വെള്ളമൊക്കെ കുടിച്ച് തീറ്റയൊക്കെ തന്ന് ഇടയിൽ കൂടെ താറാവും കോഴിയും ഒക്കെ കൂടി ഇത് കഴിച്ചുകൊണ്ടിരിക്കണട്ടെ. കൊത്തൂറിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു കൊത്തൂറിൽ കഴിഞ്ഞ് പോയേ ഉള്ളൂ. അപ്പം അവരതാ മത്സരിച്ച് തീറ്റ തിന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ താറാവിൻ്റെ മുട്ടയൊക്കെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. കോഴികൾ മുട്ടയിടാറുണ്ട്, പക്ഷേ കോഴികൾ ഈ സമയത്തായിരിക്കില്ല കേട്ടോ മുട്ടയിടുക. അതായത് തുറന്ന് വിടുമ്പോൾ കോഴി മുട്ട ഇടാറില്ല. പിന്നെ ഈ രാവിലത്തെ ആ ഒരു തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും കേട്ടോ ഇടാറ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കരിങ്കോഴി ചാത്തൻ വരുന്നത്. പെട്ട ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, അതാ നിൽക്കുന്നു പെട്ട. അപ്പം ഞങ്ങളുടെ ആകെ കരിങ്കോഴിയിൽ 2 കോഴികളാണുള്ളത്. അപ്പം ഈ പട്ടിയും ആ ചാത്തനും കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഴികളുടെ തീറ്റകളൊക്കെ ഏകദേശം തീരാറായിട്ടാ. പിന്നെ ഞങ്ങൾ പുതിയ കോഴികൾക്ക് വെള്ളം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ട കോഴികൾ തന്നെയാണ് കേട്ടോ, മുട്ട കോഴികളാണ് വരുന്നത് പെട്ട. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളവും അതേപോലെ വേറൊരു പാത്രത്തിൽ അതിനുള്ള തീറ്റയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി അങ്ങനെ കഴിച്ചോളും. അപ്പോൾ തീറ്റയൊക്കെ തിന്നിട്ട് വെള്ളം കുടിക്കുക, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തോളും. അങ്ങനെ കോഴിയുടെ തീറ്റയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ താറാവിൻ്റെയൊക്കെ തീറ്റ ഏകദേശം തീരാറായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.